ഏറ്റവും ബഹുമാനായിട്ടുള്ള ഗീവർഗീസ് തോമസ് അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, 2026 വലിയ നോമ്പിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞ 43 ദിനങ്ങൾ ക്രമമായി അച്ചടക്കത്തോടുകൂടി വന്ന് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ തക്കോണം ദൈവം നമുക്ക് അവസരങ്ങളെ പ്രദാനം ചെയ്തു. ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം അർപ്പിക്കാം. കഴിഞ്ഞ 43 ദിനങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വിവിധ വ്യക്തികളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ, അതായത് ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് മുതൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എല്ലാം, പരസ്യശുശ്രൂഷ മുഴുവനായി അവസാനമായി യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തും ദേവാലയ ശുദ്ധീകരണം വരെ നാം പഠിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ കഴിഞ്ഞ 43 ദിനങ്ങളായി നാം ധ്യാനിച്ച് പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കഷ്ടാനുഭവ ആഴ്ചയുടെ ആദ്യ ദിനമായ തിങ്കളാഴ്ച സന്ധ്യയിങ്കൽ ആയിരിക്കുമ്പോൾ ഇന്നത്തെ 2ാം പാഠം വായിച്ച ഭാഗത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു മുന്നറിയിപ്പ് എബ്രായ ലേഖനകർത്താവ് നൽകുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. 1-ാമത്തെ വാക്യത്തിൽ ഇതുവരെയും ദൈവത്തിൻ്റെ വചനം 43 ദിനങ്ങളായി ധ്യാനിക്കുവാൻ അവസരം തന്ന നമ്മളോട് പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും വഴുതിപ്പോകാതിരിക്കാൻ, ഒഴുകിപ്പോകാതിരിക്കാൻ കേട്ടത് അതിശ്രദ്ധയോട് കരുതിക്കൊള്ളുവീൻ. അതിശ്രദ്ധയോട് കരുതിക്കൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പഠിക്കുവാൻ അവസരം ലഭിച്ചെങ്കിൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അതിനെ എന്ത് ചെയ്യണം? അതിശ്രദ്ധയോട് കരുതണം. ജീവിതത്തെ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ പാലിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ പരസ്യശുശ്രൂഷയുടെ ആരംഭത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ശക്തിയിലും ഭക്തിയിലും ദൈവവചനത്തെ തികഞ്ഞവനാകേണ്ടതിന് ദൈവപുത്രനായിരുന്നിട്ട് പോലും 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവവചന പഠനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. 40 ദിവസത്തെ വചനധ്യാനവും പ്രാർത്ഥനയും ആരാധനയൊക്കെ കഴിഞ്ഞു വന്നിട്ടും ദൈവിക ശക്തിയിൽ പൂർണ്ണനായിട്ടും എന്ത് സംഭവിച്ചു? പ്രലോഭനങ്ങൾ ഉണ്ടാകുകയാണ്. ദൈവപുത്രന് പ്രലോഭനം ഉണ്ടായെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രലോഭനം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അതിശ്രദ്ധയോട് ഇത് കരുതിക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇയ്യോബ് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുന്ന നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ, നേരുള്ളായിട്ടുള്ള മനുഷ്യൻ, ദൈവഭക്തനായിട്ടുള്ള മനുഷ്യൻ, ദോഷങ്ങൾ വിട്ടകുന്നവനായിട്ടുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം നഷ്ടപ്പെട്ട കഷ്ടവും വേദനയും ദുരിതവും അനുഭവിക്കുന്നതിനായിട്ടുള്ള ഇയ്യോബ് പറയുന്ന ഒരു വാക്യം 36-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ട് അനുസരിച്ച് അവനെ സേവിച്ചാൽ നിന്റെ നാളുകൾ ഭാഗ്യമുള്ളതും ആണ്ടുകൾ ആനന്ദപ്രദവുമായിത്തീരും. കേൾക്കുന്നില്ലെങ്കിലോ വാളാൽ നശിച്ചു പോകും, ബുദ്ധിമോശത്താൽ നശിച്ചു പോകും എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവയിലുള്ളവർക്ക് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ തുടരെ 43 ദിവസം, ഇന്ന് 44 ദിവസം ദൈവത്തിൻ്റെ വചനം ക്രമമായിട്ട് പഠിക്കാൻ അവസരം ലഭിച്ചു എങ്കിൽ ഇതിനു ശേഷം ഒരു ഉയർപ്പുണ്ട്. ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് പുതിയ വർഷത്തിൽ ജീവിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കുവാൻ തക്കോണം നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്നത്തെ 2-ാം പാഠമായിട്ട് വായിച്ച എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം.
മതിയമ്മാമൻ, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും അണിയിക്കുന്നവനായിട്ടുള്ളൊരു ദൈവം. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വന്തം സാദൃശ്യത്തിലെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവെ, തേജസ്സും ബഹുമാനവും ഞങ്ങളെ അണിയിച്ചവനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കഷ്ടാനുഭവാഴ്ചയുടെ ആദ്യ ദിനത്തിൽ സന്ധ്യയുടെ ആരാധനയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം തിരുവചനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഒരവസരയുടെ ദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. നീ ഞങ്ങളെ തേജസ്സും ബഹുമാനവും അണിയിച്ചുകൊണ്ട് ഈ ലോകത്തിലാക്കിയിരിക്കുന്നു എന്ന് നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് അറിയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ വചനം കേൾക്കുന്നവരായിട്ടല്ല, പഠിക്കുന്നവരായിട്ടല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം സാക്ഷ്യമുള്ളവരായി പ്രദേശത്തായിരിക്കാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമസ്തമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാനവം മത്തൊരുക്കണം സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എബ്രായർ ലേഖനകർത്താവ് സങ്കീർത്തനം 8-ാം അധ്യായത്തെ അല്ലെങ്കിൽ 8-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 8-ാം സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, നിന്റെ കൈകളുടെ വിരലുടെ പണിയായ ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഈ ദൈവം നമ്മളെ തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് നാം പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാമത്തെ ദിവസം ദൈവം വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചിട്ട് വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേര് നൽകി. 2-ാമത്തെ ദിവസം ആകാശം ദൈവം സൃഷ്ടിക്കുന്നു. 3-ാമത്തെ ദിവസം കരയെയും സമുദ്രത്തെയും സൃഷ്ടിക്കുന്നു. 4-ാമത്തെ ദിവസം ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിക്കുന്നു. 5-ാമത്തെ ദിവസം സമുദ്രത്തിലുള്ള ജീവജാലങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സൃഷ്ടിക്കുന്നവനായിട്ടുള്ളൊരു ദൈവം ഈ ലോകത്തിൽ മനുഷ്യൻ ആവശ്യമായിട്ടുള്ള സകല ചരാചരങ്ങളെയും സകല സൗഭാഗ്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ബാക്കി എല്ലാ സൃഷ്ടികളിൽ നിന്നും വിഭിന്നമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബാക്കി എല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചതേ ഉള്ളൂ. അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതെല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു. അതെല്ലാം പൂർണ്ണതയുള്ളതുമായിരുന്നു. ഈ പൂർണ്ണതയുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വേറിട്ട രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ദൈവത്തിൻ്റെ ശ്വാസം നൽകുക, ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത് ദൈവത്തിൻ്റെ തേജസ് പകർന്നു കൊടുത്തപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ തേജസ് തന്ന് ബഹുമാനം തന്ന് ഈ ലോകത്തിൽ തമ്പുരാൻ നമ്മെ ആക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നതിന് ദൈവത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് പ്രിയമുള്ളവരെ, ബഹുമാനം നൽകി നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നു ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ടാണ്. ആദാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഹവ്വയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവരെ 2 പേരെ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സ്വർഗത്തിൻ്റെ പതിപ്പായിട്ടുള്ള പർദീസയുടെ പതിപ്പായിട്ടുള്ള ഏദൻ തോട്ടത്തിൽ ഇവരെ ആക്കും നമുക്ക് കാണാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷത്തോട് സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകി. എന്നിട്ട് അവനെ അവിടെ ആക്കിയിട്ട് പറയുന്നു, നീ എന്ത് ചെയ്യണം? വേല ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഏദൻ തോട്ടത്തെ കാക്കണം. വേല ചെയ്യുവാനും ഏദൻ തോട്ടത്തെ കാക്കുവാനായിട്ട് ദൈവം അവിടെ ആക്കി. എന്നാൽ ദൈവം നൽകിയ വിവേചന ബുദ്ധിയെ അവൻ ദുരുപയോഗം ചെയ്തപ്പോഴ്, ദൈവത്തിൻ്റെ അരുതിനെ ലംഘിച്ചപ്പോഴ്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോഴ് ദൈവത്തിൻ്റെ തേജസ് അവനിലില്ലാതെ പോകും നമുക്ക് കാണാൻ സാധിക്കും.
ദൈവത്തിൻ്റെ തേജസ് ഇല്ലാതാകുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ അകന്നു പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ദൈവം വന്നിട്ട് മനുഷ്യനെ വിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യനോട് ചേർന്ന് ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ എല്ലാവിധ സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് എല്ലാ ദിവസവും മനുഷ്യരെ അടുത്ത് വന്നിട്ട് മനുഷ്യന്റെ കൂട്ടായ്മ ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അന്നും ദൈവം വന്നു. എന്നിട്ട് മനുഷ്യരോട് ചോദിക്കുക, മനുഷ്യ നീ എവിടെയാണ്? ദൈവത്തിന്റെ തേജസ് നൽകി, ദൈവത്തിന്റെ സാദൃശ്യം നൽകി സൃഷ്ടിച്ചവനായിട്ടുള്ള മനുഷ്യൻ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം വിളിച്ചു ചോദിക്കുന്നു, നീ എവിടെയാ? അന്ന് ആദാമിനോടും ഹവ്വായോടും ചോദിച്ചെങ്കിൽ ഇന്ന് നമ്മോട് ചോദിക്കുക, നമ്മുടെ സ്ഥാനം എവിടെയാ? മനോഹരമായിട്ടുള്ള ദേവാലയം, വിശാലമായിട്ടുള്ള ദേവാലയം, 260 കുടുംബങ്ങൾക്കും വന്ന് സ്വസ്ഥമായി ആരാധിക്കുവാൻ വിശാലമായ ദേവാലയം തന്നിട്ട് ഇന്ന് തമ്പുരാൻ ഈ ദേവാലയത്തിൽ വന്ന് ചോദിക്കുക, ഈ സീറ്റുകളൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി നമ്മുടെ ആൾക്കാർ? ദൈവം നമുക്കെല്ലാ ഭൗതിക സംവിധാനങ്ങളും ലോകത്തിൽ ദാനം ചെയ്തിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാ നമ്മളെ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ഇന്ന് ഓടി അലയുന്നതായിട്ടുള്ള സമയം ദൈവം ചോദിക്കുന്നു, നീ എവിടെയാ? നീ എവിടെയാ? ദൈവത്തോടുകൂടി കൂട്ടായ്മ അനുഭവിക്കാൻ ആ പ്രിയമുള്ളവരെ, ഇളമ്പലിൻ്റെ പ്രദേശം നമ്മളെ ഓരോരുത്തരെയും കുടുംബമായി ആക്കിയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് ദൈവത്തോട് കൂടി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഉയർപ്പിൻ്റെ ശക്തിയാൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. പുതിയ വർഷം ഞാൻ എൻ്റെ സൃഷ്ടാവായ ദൈവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങൾക്കിടയായിത്തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നു. രണ്ടാമത്, ദൈവം അഭിഷേകം തന്ന് നമ്മളെ നിലനിർത്തിയിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനാ. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം കായീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? ദൈവം ആഗ്രഹിക്കുന്നത് സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനാ. നമുക്കറിയാം 133-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാ. പ്രിയമുള്ളവരെ, ഇളമ്പലിന്റെ പ്രദേശത്ത് നമ്മെ ആക്കിയിരിക്കുന്നു എങ്കിൽ ഈ ദേവാലയത്തിൽ വന്ന് സഹോദരങ്ങളായി ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാനാ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാ. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാ. ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു സഹോദരങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനാ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹോദര്യ ബന്ധത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നു? നമ്മുടെ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയും കാണുമ്പോൾ ചിരിക്കുകയും സന്തോഷം പങ്കിടുകയും അകലെ മാറി നിന്നുകൊണ്ട് കുത്തുന്ന വാക്കുകളായി കുത്തി മുറിവേൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വാക്കുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന മുറിവുകൾ ഒരിക്കലും ഉണക്കുവാനായിട്ട് സാധ്യമല്ല. ആ മുറിവ് മറ്റുള്ളവരെ ആകാത്ത വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ആ മുറിവ് ഒരിക്കലും ഉണക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര സ്നേഹമെന്ന മരുന്നുകൊണ്ട് അതിന് വെച്ച് കെട്ടിയാലും ആ മുറിവ് ഉണക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒരു തീരുമാനമെടുക്കണം. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ മുഖേന എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോക്കുകൊണ്ട് ആർക്കും വേദന ഉളവാക്കാനായിട്ട് പാടില്ല. ആരെയും മുറിപ്പെടുത്താനായിട്ട് പാടില്ല. മുറിപ്പെടുത്തി കഴിഞ്ഞാൽ ആ മുറിവ് ഉണക്കാൻ നമുക്ക് സാധ്യമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളായി ഒത്തൊരുമിച്ച് വസിക്കുവാനായി ആലയം തന്നിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെല്ലാം വന്നിട്ട് സന്തോഷത്തോടുകൂടി മാതാപിതാക്കളായി, സഹോദരങ്ങളായി, മക്കളായി, ഭിന്നതയൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദേവാലയത്തിൽ ആരാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ ഒരു പതിപ്പാണ് ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവക. ഒരു സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം എല്ലാ സാഹചര്യങ്ങളും തരുമ്പോഴാണ് സഹോദരന് നേരെ ആകാത്ത വാക്കുകൾ പറഞ്ഞ് പ്രവർത്തിച്ച് അവനെ മുറിവേൽപ്പിക്കുന്നു. ദൈവം ഒരിക്കലും അത് ക്ഷമിക്കത്തില്ല. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുമ്പോൾ
മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കാതെ മറ്റുള്ളവരെ സഹോദരങ്ങളായി കണ്ട്, നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഒരു ന്യായശാസ്ത്രി വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എല്ലാ ന്യായപ്രമാണവും കാണാതെ പഠിച്ച് അതെല്ലാം ആചരിക്കുന്നവനാ, പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ വേണം. എന്ത് വേണം? നിത്യജീവൻ വേണം. എന്താ യേശുക്രിസ്തു പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടി ആരാധിക്കണം. അത് മാത്രമല്ല, നിന്റെ സഹോദരനെ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ നീ സ്നേഹിച്ചെങ്കിലേ ദൈവരാജ്യത്തിന്, നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് പാട്ടുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു സഹോദരങ്ങളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ, സഹോദരങ്ങളായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണമാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് തേജസ്സും ബഹുമാനവും നൽകി ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുവാനാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ കിഴക്കോട്ട് കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കുന്നു. ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവനോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നീ എന്ത് ചെയ്യണം? നിലത്തെ കൃഷി ചെയ്യണം, വേല ചെയ്യണം. രണ്ടാമത് എന്ത് ചെയ്യണം? തോട്ടം പരിപാലിക്കണം. തോട്ടം സൂക്ഷിപ്പുകാരനാ. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, ഇതിൻ്റെ എല്ലാം സംരക്ഷകരായിട്ട് നമ്മെ ആക്കിയിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നാം ഇന്ന് അതിൻ്റെ എല്ലാം സംഹാരകരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെയും ദൈവം ഈ ലോകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആർത്തി സംസ്കാരത്തിൻ്റെ ഫലമായി, പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുദ്ധമുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്താ ഈ യുദ്ധം ഉണ്ടാകാനായിട്ടുള്ള കാരണം? നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോട് കൂടി ജീവിച്ച് സഹോദരൻ മറ്റുള്ളവൻ്റെ മുഖത്ത് ദൈവത്തെ ദർശിച്ച് സഹോദരനായിട്ട് ജീവിക്കാനായിട്ട് ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. ദൈവത്തോടുകൂടി ജീവിക്കാതെ സഹോദരനോടുകൂടി ജീവിക്കാൻ ഒക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് യുദ്ധമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്തെ യുദ്ധരഹിതമായിട്ടുള്ളൊരു ലോകമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തോട് കൂടി ചേർന്ന് ജീവിക്കണം, സഹോദരനോട് ചേർന്ന് ജീവിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കണം. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ച തേജസ്സും ബഹുമാനവും അണിയിച്ച ഈ ലോകത്തിൽ എല്ലാവിധ സംവിധാനങ്ങൾ തന്ന് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിന്നെ സൃഷ്ടിച്ച ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കൂടി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഈ പ്രദേശം നമ്മളെ വിവിധ കുടുംബങ്ങളുടെ അംഗങ്ങളായി ആക്കിയിരിക്കുന്നുവെങ്കിൽ ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവക എന്ന കുടുംബത്തിലെ സഹോദരങ്ങളാണ് നാം ഓരോരുത്തരും. സാഹോദര്യ ബന്ധത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട്, ഈ പ്രകൃതിയുടെ സംരക്ഷകരായിട്ട്, പരിസ്ഥിതിയുടെ സംരക്ഷകരായിട്ട് ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രകൃതി ദുരന്തത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ജീവിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച നമുക്കറിയാം ഉയർപ്പിൻ്റെ ഞായറാഴ്ചയാണ്. ഉയർപ്പിൻ്റെ പുതുശക്തിയെ പ്രാപിച്ചുകൊണ്ട് പുതുവർഷം നല്ല മനുഷ്യരായി, ഈ ലോകത്തിൽ നല്ല മനുഷ്യരായി, മറ്റുള്ളവർക്ക് കൊള്ളാവുന്നവരായി, ജീവിതം കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ സാക്ഷീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിപ്പാൻ തക്കോണം നമുക്കെല്ലാം ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.